ഇറങ്ങിയത് അതെന്റെയാ അല്ല ഈ പാവക്കുട്ടി എനിക്ക് തരുമോ? തേത്ത പാവക്കുട്ടി ഒതന്നേ ഉള്ളു എനിക്ക്. പ്ലീസ് മോനെ. പാവക്കുട്ടി ചക്കര പോത്തില്ലടാ. തേത്ത എത്തും, കുഴപ്പമില്ല. താങ്കടാ ചക്കര. ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മുട്ടായി പോലും തരാത്ത ചെറുക്കനാ. വേണ്ട ഇപ്പൊ ചേട്ടൻ ചോദിച്ചപ്പോ പാവ എടുത്ത് കൊടുത്തേക്കുന്നു. 2 ദിവസം കഴിയുമ്പോഴേ ചേട്ടന്റെ ക്ലാസ് തുടങ്ങും. ചേട്ടന്റെ അച്ഛന്റെ അമ്മയുടെ കൂടെ വീട്ടിൽ പോകും കേട്ടോ. തേത്ത 2 ദിവസം കഴിയുമ്പോ എന്നോട് പറഞ്ഞു അവധിക്ക് കഴിഞ്ഞിട്ട് പോത്തുള്ളല്ലോ. വല്യത്തിനും വല്യമ്മോ ഞാൻ ചേട്ടനെ കൊണ്ടുവന്നാന്ന് പറയട്ടെ. ഇല്ലില്ല, ഞാൻ ഇപ്പഴേ പോകത്തില്ല, കുറച്ച് നാൾ കഴിഞ്ഞേ പോകത്തുള്ളൂ കേട്ടോ. മേടിക്കണ്ട കേട്ടോ. ഉറപ്പല്ലേ? ഉറപ്പാ. ഞാൻ അടുക്കള പോട്ടെ, എനിക്ക് ജോലിയുണ്ട്. മകളെ ഞങ്ങൾ ഇവിടെ നിന്ന് പുറത്തു വരെ പോയിട്ട് വരാവേ. എന്നാ അമ്മയും അച്ഛനും പോയിട്ട് വാ. വല്യച്ഛനും വല്യമ്മയും പോയിട്ട് വരുമ്പോ മോന് മുട്ടായി കൊണ്ടുവരുമോ? ആ കൊണ്ടുവരാം കേട്ടോ. എന്ത് മുട്ടായിയാ കുഞ്ഞിന് വേണ്ടേ? എനിക്ക് വലിയ മുട്ടായി വേണം. ഡയറി മിൽക്കിന്റെ സിൽക്ക് ആണെങ്കിൽ 100-300 രൂപ പോവല്ലോടി. ഏതാ മോനെ വേണ്ടേ? പോപ്പിൻസ്, വലിയ പോപ്പിൻസ്. വല്യത്ത വല്യമ്മ താത്ത മുട്ടായി മതക്കല്ലേ മതക്കല്ലേ. കടന്നു വന്ന് ടി വി കാണാം നമുക്ക്. വാ താത്ത, നമുക്ക് ടി വി കാണാം. അതെ ചേട്ടൻ ഇച്ചിരി മൂത്രം. ചേട്ടൻ ഇപ്പൊ മൂത്ത് ഓദിക്കണ്ട, പിന്നെ ഓദിച്ചാ മതി. അല്ലെങ്കിൽ ഇവിടെ നാട്ടൊക്കെ പിന്നെ ഓദിക്കാം. എടാ മോനെ, അവനെ കുറച്ചു നേരം ഒന്ന് വെറാ. അടിക്കോടാ. പേടി വരുന്നു. പേദം ശരിക്കും പേദമുണ്ടോ? ശരിക്കും പ്രേതമുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. പണ്ടേ നമ്മളെല്ലാം ഒരുമിച്ചായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ കുടുംബമില്ലയോ. ഒരു ദിവസം രാത്രിയില് അച്ഛൻ വെള്ളം കുടിക്കാൻ പോയി, കുടിച്ചിട്ട് വന്നു കിടന്നു. അപ്പൊ എനിക്ക് പെട്ടെന്നൊരു ദാഹം. ഞാൻ കൊച്ചു കുഞ്ഞല്ലയോ, പെട്ടെന്ന് അടുക്കളയിലോട്ട് പോയി ഇച്ചിരി വെള്ളം കുടിക്കാൻ നോക്കിയപ്പോഴേ ഒരു തലയില്ലാത്തൊരു സാധനം നടന്നു പോന്നു. നമ്മുടെ പ്രേതമൊക്കെ ഇല്ലയോ, അതുപോലെ അടിയിൽ നിന്ന് ചോരയൊക്കെ ഇങ്ങനെ ചീറ്റുന്നു. പേടിച്ചു പോയി. പേടിപ്പിക്കാൻ പറ്റുമല്ലോ. പേടിപ്പിക്കാൻ പറഞ്ഞല്ല, സത്യമാ. എന്റെ പേര് അറുതല എന്നൊക്കെയാന്ന് അച്ഛൻ പറഞ്ഞു. അച്ഛൻ പറഞ്ഞാണ്ട് പോയല്ലോ. എന്റെ കാലിനടിയിൽ ഒരു എന്തോടാ സന്ധ്യക്ക് കൊച്ചിനിരുന്ന് വിലപിക്കുന്നത്? ടി വിക്കകത്തിലോ? അങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കല്ലേ. അവൻ രാത്രി കിടന്ന് പേടിക്കും. ഒന്നുമില്ല എടാ മോനെ, നീ പറഞ്ഞ മുട്ടായി ഉണ്ടല്ലോ പോപ്പിൻസ്, മേടിക്കാൻ മറന്നുപോയി. എണീക്കടാ, കേട്ടോ. നാളെ കടയിൽ പോയിട്ട് മേടിച്ചിട്ട് വരാം. പൊടി പേദമുണ്ടോ? അത്താ അമ്മ മൂത്തോദിക്കണം. എല്ലാം കൂതവാദം പേടിയാവ്, അത് തന്നെ കാണും. ഏടി കൊച്ചിനെ കണ്ടോ ഒഴിപ്പിച്ചിട്ട് പിരിച്ചോന്നെ അങ്ങോട്ട് വാ. കുഞ്ഞൂട്ടനെ രാത്രി ഒറ്റയ്ക്ക് മൂത്രം കഴിക്കാൻ പേടിയാ. ഞങ്ങള് പോയാലേ മൂത്തുള്ളൂ ഇല്ലടാ. ആ ട്രിപ്പ് കഴിയെങ്കിലേ ഈ ട്രിപ്പ് കൊണ്ടോകട്ടെ. വല്യച്ഛനെ പോപ്പിൻസ് കടിക്കാൻ മറന്നുപോയി. മൂത്രം വെപ്പിച്ചിട്ട് മേടിച്ചാരാ കേട്ടോ. മക്കളെ അച്ഛൻ കല്യാണത്തിന് പോയിട്ട് വരാം. എടാ മോനെ നോക്കണേ മോനെ. ഇങ്ങനെ നോക്കിക്കോണം കേട്ടോ. പോപ്പിൻസ് നോക്കിട്ട് വരാം. കരയിപ്പിക്കാനൊക്കെ ഒന്നുമില്ല കരയണ്ട, പോയിട്ട് വരാം കേട്ടോ.
ചേട്ടാ കാല് വേദനിക്കുന്നു. സോറി. ചേട്ടാ പേര് മുതുമുതുക്കുന്ന സൗണ്ട്. നമ്മളെ കുറിച്ച് പേദം വരുന്നു. പേദം വന്ന് എന്തു മക്കളെ എന്തുവാടാ? അത് പേദം വന്ന് അവിടെ അടുക്കളയില് പിന്നെ കഥകൾ തുറന്നടിച്ച് പിന്നെ ദാണ്ട ആ സാധനം ഇല്ല അത് കിടന്ന് ആടുന്ന് പിന്നെ ലൈറ്റൊക്കെ പോന്ന് പേടിച്ചു പോയി. അതായിരുന്നു ആ കാര്യം. മക്കളെ കുറച്ചു മുമ്പ് നല്ല മഴയില്ലായിരുന്നോ? ആയിരുന്നോ? മഴയത്ത് നല്ല കാറ്റുണ്ടാവും. ആ കാറ്റ് സമയത്ത് ജനല് വന്ന് അടിക്കും. ഈ ബൾബ് മിന്നിയത് അതും കാറ്റ് കാരണം. ലൈൻ തമ്മി ഇങ്ങനെ കൂട്ടിമുട്ടും മോനെ. അപ്പോഴാ ഈ വോൾട്ടേജിന്റെ പ്രശ്നം കാരണം ഇതിങ്ങനെ മിന്നുകയാണ് ചെയ്തോണ്ടിരിക്കുന്നത്. അതുപോലെ ഇത് ആടിയത് അത് ജെല്ല് പറഞ്ഞോണ്ട് കാറ്റ് വന്ന് അടിച്ചോണ്ട് ആടിയതാ. അപ്പൊ നിനക്ക് അറിയാതെ. അപ്പൊ ആണെങ്കിൽ അടുക്കള കുളുല സൗണ്ട് കേട്ടോ. അതുപോലെ അയ്യോ അത് അമ്മ മീൻകറി വെച്ചത് ഓഫാക്കാൻ മറന്നുപോയി. ഞാൻ ഓഫാക്കാനാ വന്നത്. ഇതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോ ആ സൈഡിൽ പോയി നോക്കണം എന്തുകൊണ്ടാ അത് ഉണ്ടായെന്ന്. അപ്പൊ ഈ പേടി ഉണ്ടാവത്തില്ല മോനെ. ഇതൊക്കെ അത്രയുള്ള മോനെ കാര്യങ്ങള്. എടി മൂത്രം ഒഴിപ്പിക്കണോടി. ചേട്ടൻ ഉറങ്ങിയില്ലായിരുന്നല്ലോ. ഒരു കാര്യം ചെയ്യ്, ഞാൻ കൊച്ചിനെ കൊണ്ട് മൂത്രം ഒഴിപ്പിച്ചോളാം. അവനല്ലടി, പിന്നെ എന്നെ കൊണ്ടവനാ. എന്റെ കൂടുന്നവാ ബാ. എന്റെ അച്ഛനാ എന്റെ സൂപ്പർ ഹീറോ. അച്ഛൻ സൂപ്പർ ഹീറോയാ. സൂപ്പർ ഹീറോ. അതാ എന്റെ അച്ഛൻ മിന്നമുതിരിയാളാ. എന്റെ സൂപ്പർ ഹീറോയാ. അതാ എന്റെ അച്ഛൻ മിന്നമുതിരിയാളാ. എന്റെ സൂപ്പർ ഹീറോയാ. സൂപ്പർ ഹീറോ. സൂപ്പർ ഹീറോ. സൂപ്പർ ഹീറോ. പോയി കടാ. എന്റെ സൂപ്പർ ഹീറോയാ. എന്റെ അച്ഛൻ മിന്നമുതിരിയാ. സൂപ്പർ ഹീറോയാ. സൂപ്പർ ഹീറോ. എന്റെ അച്ഛൻ സൂപ്പർ ഹീറോയാ.